ഇതുവരെ ഇല്ലാത്തൊരു ശീലം, ഒരു കാർഡൊക്കെ വെച്ചേക്കുന്നത്. അറിവിന്റെ ലോകത്തേക്ക് ഇനി ഞാൻ പോകാൻ പോവുകയാണ്. പിള്ളേരൊക്കെ കാണുന്നുണ്ട്, തമാശ മാത്രം പോരാ, നമുക്ക് കുറച്ച് അറിവും കൂടെ വേണം അല്ലെ. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഒരു പുതിയ സെഗ്മെന്റ് ഞാൻ ഇനി മുതൽ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഷോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. സ്ഥലപ്പേരുകളായിരിക്കും. പഴയ സ്ഥലപ്പേരുകൾ ഞാൻ പറയും. ഇപ്പം ഈ സ്ഥലങ്ങളുടെയൊക്കെ പേര് പുതിയതായിട്ട് എന്താണെന്നുള്ളതായിരിക്കും നിങ്ങൾ പറയേണ്ടത്. ഓക്കെ. വളരെ പ്രായം ചെന്ന നോബിച്ചേട്ടൻ ഇവിടെയുണ്ട്. പിന്നെ നമ്മളെ പോലെ ജെൻസികളായ ആൾക്കാരുണ്ട്. സോ പഴയ പേരുകൾ എന്താന്നുള്ളത് ചിലപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല, പുതിയ പേരുകളായിരിക്കും ഞങ്ങൾ അറിയുന്നത്. പഴയ പേരാണ് പ്രേക്ഷകരെ ഞാൻ പറയാൻ പോകുന്നത്, പുതിയ പേരുകളാണ് ഇവര് പറയേണ്ടത്. ഓക്കെ. ദേശിങ്ങനാട്. ദേശിങ്ങനാട് എന്നറിയപ്പെടുന്ന പഴയ സ്ഥലം ഇപ്പോൾ ഏത് പേരിലാണെന്നുള്ളത് നോബിച്ചേട്ടൻ പറയാൻ പോവുകയാണ്. പറഞ്ഞോ. കൊല്ലം. സൂപ്പർ. നിങ്ങളപ്പോ ആലോചിക്കണം എത്ര പ്രായമുണ്ട്. ഓക്കെ, അടുത്തത് മഹോദയപുരം. ഏതായിരിക്കും മഹോദയപുരം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം? ഇപ്പോൾ ഈ സ്ഥലം വളരെയധികം ഫേമസ് ആണ്. ഇത് വെച്ച് പാട്ടുകളുണ്ട്. ചില ദിവസങ്ങളിൽ ഇത് പാടി അവിടെ ഒരു ആഘോഷമായിട്ട് പോവാറുണ്ട്. ഭരണിയായിട്ട് ബന്ധമുണ്ട്. കറക്റ്റ് ആണ് ഉത്തരം പറഞ്ഞത്. സൂപ്പർ. അല്ലല്ല, പേടിച്ചിട്ടാ ഇങ്ങോട്ട് വരാത്തത്. എന്തായിരുന്നു? തൃപ്രായം വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അടുത്തത് കേരളത്തിൽ എല്ലാരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് രാജേന്ദ്ര ചോള പട്ടണം. എനിക്കറിയാം. രാജേന്ദ്ര പറ. കാസർഗോഡ്. യെസ്, റോങ് ആൻസർ. അഖിൽ പറഞ്ഞോളൂ. നെയ്യാറ്റിങ്കര. ചോളയോ? ആ വഴി അങ്ങ് തിരിഞ്ഞ് ബസ് കയറി വെഞ്ഞാറമൂട്. ട്രിവാൻഡ്രത്താണ്. പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം വിഴിഞ്ഞം. വിഴിഞ്ഞം വിഴിഞ്ഞം അല്ലേ? ലാസ്റ്റ് ക്ലൂ ഞാൻ ഉത്തരം ശരിയാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. എങ്കിൽ അടുത്ത സ്ഥലം സൈരന്ദ്രി വനം. ശ്വേത ചേച്ചി, സൈരന്ദ്രി വനം. ഇറ്റ്സ് എ വനം, ഇറ്റ്സ് എ ഫോറസ്റ്റ്. എനിക്കറിയാം. ഈ സൈരന്ദ്രിയുമായിട്ട് കുറച്ചും കൂടി ഒന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് വരുവാണെങ്കിൽ, പാലക്കാട് ജില്ലയിൽ പോവാണെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ വാക്കുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് നോക്കാം. സൈലന്റ് അല്ല, കറക്റ്റ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഋഷി നാഗക്കുളം. സൈലൻസ് ഞാൻ സൈലന്റ് വാലിയിൽ മാത്രമേ പിന്നെ കേട്ടിട്ടുള്ളൂ. ഒരു മിനിറ്റ്, നമുക്ക് അവിടെ നിന്ന് നോക്കാം. ഓരോ പേരുകൾ കേൾക്കാം. എറണാകുളം. വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? നാഗക്കുളം. എറണാകുളം. ഓക്കെ, ഓപ്ഷൻ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എറണാകുളം. ശരി ചേച്ചി? ഒന്നുമില്ല. ശരി, ഋഷി നാഗക്കുളം എന്ന് പറയുന്നത് എറണാകുളം ആന്ന് പറഞ്ഞ ബ്രോന്റെ പേരെന്താണ്? അനിൽ. പുതിയ പേരാണല്ലോ, പഴയ പേര്? പുതിയ പേര് തന്നെ ആണ്. ഓക്കെ, അപ്പം അനിൽ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. സൂപ്പർ സൂപ്പർ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പഴയതും പുതിയതുമായിട്ടുള്ള ഇന്നത്തെ ഈ ഒരു ചോദ്യോത്തരം? വെരി ഗുഡ്. സൂപ്പർ അല്ലായിരുന്നു? ഇൻഫോർമേറ്റീവ് ആയി. അതെ. അപ്പൊ ഇതുപോലെ രസകരമായ ഒരു സെഗ്മെന്റുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. ഇവന്റെ പേര് 2 വർഷം കൂടെ കഴിയുമ്പോൾ മാറ്റണം. കുട്ടിയെങ്കിലും മാറ്റി പ്രായമുള്ള ഇപ്പൊ കറക്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള നമുക്ക് കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ അടക്കിയാണ്. പക്ഷെ ഇനി തുറക്കും എപ്പോഴാണെന്നറിയോ? അടുത്ത എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വരും. അതായിരിക്കും ബൈ ഫ്രം കോമഡി മാസ്റ്റർ.